ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബ് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരേ ഉള്ളൂ ടു ബി. ബി എന്നുള്ള ആ രണ്ടക്ഷരം. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ഇത്ര ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബ് എന്നൊക്കെ പറയണേന്ന് വെച്ചാൽ ഇതിന് പല പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ട്. കുറേ ചേഞ്ച് ചെയ്ത് വരുന്നൊരു വേർബാണ്. ഇപ്പം നമ്മൾ പോവുക, ഗോ എന്നുള്ളൊരു വേർബ് പഠിച്ചാൽ ഗോയിങ്, ഗോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോംസ് നമ്മൾ യൂസ് ചെയ്യില്ലേ. ബിയുടെ അങ്ങനത്തെ ഫോംസ് ആണ് ആം, എസ്, ആർ, ബീൻ, ബീയിങ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ടു ബി. അപ്പോൾ ടു എന്തിനാ ചേർക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഓടുക എന്ന് മലയാളത്തിൽ പറയില്ലേ, അതുമാതിരി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു ടു അവിടെ ചേർക്കും. പേടിക്കണ്ട. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ കാരണം എൻ്റെ പണ്ടത്തെ ഒരു സ്റ്റുഡൻറ്റ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോഴല്ല, ഞാൻ വെക്കേഷന് പോയിരുന്നല്ലോ, അതിൻ്റെ ഇടയ്ക്കാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ചോദ്യമാണ്, ഞാനൊരു വലിയ വീഡിയോ എഡിറ്റ് ചെയ്യാം, കാരണം ഒന്ന് രണ്ട് സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവുന്ന ഒരു സംഭവം അല്ലത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഈ അറിവ് കിട്ടിക്കോട്ടെ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ടു ബിയുടെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് വിനി. കുറച്ച് കാലമായിട്ട് ഞാൻ ഇംഗ്ലീഷ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. യൂട്യൂബിൽ മാത്രമല്ല, കോഴ്സായിട്ട് എടുക്കാറുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കോമൻറ്റ് നോക്കിയാൽ മതി. ഇതിൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് വെക്കാം. കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID നമ്പറൊക്കെ തരാം. അവിടെ കോൺടാക്ട് ചെയ്താൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ടു ബിയിലേക്ക് കിടക്കാം. ഈ ടു ബി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എസ്, ആം, ആർ. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്ത് വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കാര്യങ്ങൾ അറിയുണ്ടാവും. ഇനി നിങ്ങൾക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് വന്നത്, അതൊന്നും എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പേടിക്കണ്ട. ബേസിക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കോഴ്സ് പോലെ. ഇപ്പോൾ എല്ലാവർക്കും കാശ് കൊടുത്ത് കോഴ്സ് വാങ്ങിച്ച് പഠിക്കേണ്ട, എസ്പെഷ്യലി സ്റ്റുഡൻസിനൊന്നും അതിനുള്ള ചിലപ്പോൾ കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരു ബേസിക് ഇംഗ്ലീഷ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 16 വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് വെച്ച് മാത്രം ഇംഗ്ലീഷ് നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കാണാം. ഇനിയിപ്പോൾ അത് കണ്ടില്ലെങ്കിലും അത് കാണേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ടു ബി എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ ഗോ എന്നുള്ള ഒരു വേർബ് എടുത്തു അല്ലേ, പോവുക അല്ലെങ്കിൽ ഈറ്റ്. ഇതൊക്കെ നമ്മൾ ടു ഈറ്റ് എന്ന് ഉപയോഗിക്കാറില്ലേ. ഈറ്റിംഗ്, ഈറ്റ്സ്, ഈറ്റൻ എന്ന് മാത്രമല്ലല്ലോ, ടു ഈറ്റ് എന്ന് ഉപയോഗിക്കാറില്ലേ. അതുമാതിരി തന്നെ ടു ബി എന്നുള്ള വേർബ് ടു ബി എന്നുള്ള രീതിയിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കാണ്. അപ്പം നമ്മൾ ജനറലി ഇത് കാണും കുറേ. ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ അങ്ങനെ ധൈര്യപ്പെടില്ല. അത്യാവശ്യം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞത് തീരെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ എപ്പോഴും പേടിയായിരിക്കും. കാരണം എപ്പോൾ നമ്മൾ ടു ബി സെൻറ്റൻസിൽ ഇട്ട് വന്നാലും ഉടനെ നമ്മളത് ഐ ആം അല്ലെങ്കിൽ യു ആർ, ഷീ ഈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. അതല്ലാണ്ട് ഈ റോ ഫോമിൽ ടു ബി എന്നുള്ള ഫോമിൽ ഇത് കിടക്കുമ്പോൾ പലപ്പോഴും പേടിയാവും, ഇത് എന്തിനെങ്ങനെ കിടക്കണേ, ഇതെന്താ ആരും മാറ്റാതിരുന്നേ. അപ്പോൾ ഇത് 5 രീതിയിൽ നമുക്ക് ടു ബി ഉപയോഗിക്കാം. ബേസിക് ആയിട്ട് ഇതിലും കൂടുതലും രീതികൾ ഉണ്ടാവും, പക്ഷെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ 5 രീതികളാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് പാസീവ് അല്ലെങ്കിൽ റൂൾസ്. ഇത് രണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് ടു ബി അല്ലെങ്കിൽ ആർ ടു ബി എന്നുള്ള ഫോമിൽ ഉപയോഗിക്കും. പിന്നെ ബിലീവ്സ് ഉണ്ട്, ചാൻസ് അല്ലെങ്കിൽ കോയിൻസിഡൻസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഹാപ്പൻ ടു ബി എന്നുള്ള ഫോമൊക്കെ ഉപയോഗിക്കുക. എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, അപ്പോൾ സപ്പോസ് ടു ബി എന്നുള്ള ഫോം ഉപയോഗിക്കുക. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് പറയാൻ വേണ്ടി ഗോയിങ് ടു ബി പ്ലസ് വേർബ്, ആ രീതിയിൽ ഉപയോഗിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ, കണ്ടിട്ട് പേടിക്കണ്ട. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ. ആദ്യം പാസീവ് അല്ലെങ്കിൽ റൂൾസ്, അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക? ടു ബിയുടെ കൂടെ അതിന് മുമ്പായിട്ട് നമ്മൾ എസ് ടു ബി അല്ലെങ്കിൽ ആർ ടു ബി എന്നുപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് V3 ഫോമിൽ വേർബും കാണും. ഇത് കേട്ടിട്ടുടനെ തന്നെ ഒരിത്തിരി ഹാർട്ട് അറ്റാക്ക് വരണം, ഈ V3 ഫോം, എൻ്റെ അമ്മയെ ഞാനത് വീഡിയോ കാണണ്ട എന്ന് വിചാരിക്കണമെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നും ഓടിക്കൊണ്ടിരിക്കും. ഇത് പഠിക്കണ്ടേ, സിമ്പിളാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ V3 എന്താണെന്നറിയോ? നമ്മൾ പൊതുവെ ഈറ്റൻ, ഗിവൻ അങ്ങനത്തെ ഒരു ഫോം ഉപയോഗിക്കാറില്ലേ. ഷീ ഹാസ് ബീൻ ഗിവൻ, ഹി ഹാസ് ഈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോം ഉപയോഗിക്കില്ലേ. ആ ഫോമാണ് V3. V3യുടെ ഒരു അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കോമെൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവിടെ ഇട്ടേക്കാം. അവിടെ ഇടാറുണ്ട് ഞാൻ സാധാരണ എല്ലാ വീഡിയോനും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പേടി മാറി കിട്ടും. ഓക്കെ. പിന്നെ എൻ്റെ കൂടെയുള്ള സ്ഥിരമുള്ള ആൾക്കാർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല, പുതിയ ആൾക്കാരോട് പറഞ്ഞാട്ടോ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലായോ? എങ്ങനെ വരുന്നത്? സെൻറ്റൻസിൽ ഇസ് ടു ബി
അത് കഴിഞ്ഞിട്ടൊരു V3, അല്ലെങ്കിൽ R to B അത് കഴിഞ്ഞിട്ടൊരു V3. ഇതെവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ റെഗുലേഷൻസ്, റൂൾസ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജിലൊക്കെ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് വളരെയധികം കാണും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ ഇത് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ കണ്ണിപ്പെടും. ഇത് അവിടെ ഇവിടെയൊക്കെ വായിച്ച് നമ്മൾ കണ്ണിപ്പെടും. അപ്പോഴാണ് നമ്മൾ ഇതെന്ത് ഇങ്ങനെ വരണേ എന്നുള്ളൊരു ചോദ്യം വരിക. ഒരു എക്സാമ്പിൾ നോക്കൂ. എസ്സേ ഫ്രൈഡേക്കകം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറയില്ല. അപ്പോൾ ഒരു കർശനമായൊരു റൂളാണ്, ടീച്ചർമാർ ഒഫീഷ്യലായിട്ട് പറയുന്നൊരു വാക്കാണ് അല്ലേ, ഇങ്ങനെ ചെയ്യേണ്ടതാണ്, അങ്ങനത്തെയൊക്കെ സെൻറ്റൻസ് കണ്ടോ. ദി എസ്സേ ഇസ് ടു ബി സബ്മിറ്റഡ് ബൈ ഫ്രൈഡേ. അപ്പോൾ എന്താ അവിടെ ചെയ്യേണ്ട പ്രവൃത്തി? എന്താ? സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് എന്ന് വെച്ചാൽ സമർപ്പിക്കുക. പാസ്റ്റ് ഫോമും സബ്മിറ്റഡ് എന്ന് തന്നെയാണ്, V3യും സബ്മിറ്റഡ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കിടക്കണം നോക്കേ, ഇസ് ടു ബി അതിൻ്റെ V3 സബ്മിറ്റഡ്. എപ്പോഴത്തേക്ക്? ഫ്രൈഡേ ആകുമ്പോഴേക്കും, ബൈ ഫ്രൈഡേ. അപ്പോൾ ഇത് ആരാ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ആരാ സബ്മിറ്റ് ചെയ്യണ്ടേ? പിള്ളേർ, അല്ലാണ്ടാര്? അപ്പോൾ ടീച്ചർ പിള്ളേർ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല. പിള്ളേരല്ലാണ്ട് പിള്ളേരുടെ അച്ഛനും അമ്മയും വന്ന് സബ്മിറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ പാസീവ് വോയിസിലാണ് പറയണേ. ഇത് ദ എസ്സേ ഇസ് ടു ബി സബ്മിറ്റഡ്. കണ്ടോ, അവിടെ എസ്സേസ് ആയിരുന്നെങ്കിലോ, കുറേ എസ്സേകളുണ്ട്, 5-6 എസ്സേ എക്സാമിന് മുമ്പ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലോ, ദി എസ്സേസ് ആർ ടു ബി സബ്മിറ്റഡ്. മനസ്സിലായല്ലോ? ഇസ് ടു ബി ഒരെണ്ണമാണെങ്കിൽ, ആർ ടു ബി കുറേ എണ്ണം ഉണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയോ? എക്സാമിന് മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അങ്ങനത്തെ ഓരോ നിയമങ്ങൾ പറയുമ്പോൾ അപ്പം എങ്ങനെ പറയാത്? മൊബൈൽ ഫോൺസ് എന്താ വരിക? ഇസ് ടു ബി ആണോ ആർ ടു ബി ആണോ? ആർ ടു ബി എന്ന് വെച്ചാൽ ഉപയോഗിക്കണം അല്ലേ. ആർ നോട്ട് ടു ബി കേട്ടോ, ആർ കഴിഞ്ഞിട്ട് നോട്ട് ഇട്ടാൽ മതി. മൊബൈൽ ഫോൺസ് ആർ നോട്ട് ടു ബി എന്താണ്? ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ വെച്ചാൽ യൂസ്. V3 യൂസ്ഡ്. മൊബൈൽ ഫോൺസ് ആർ നോട്ട് ടു ബി യൂസ്ഡ് എപ്പോൾ? എക്സാംസിൻ്റെ സമയത്ത്, ഡ്യൂറിങ് ദി എക്സാം. മൊബൈൽ ഫോൺസ് ആർ നോട്ട് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ദി എക്സാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കണ്ടാൽ അവിടെ ടു ബി കിടക്കണത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു റൂള് പറയാണ്. നിങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഹാള് നിങ്ങൾ ബുക്ക് ചെയ്തു. അപ്പോൾ അവർ പറയാണ് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുമെന്ന്. അപ്പോൾ എന്താന്ന് ഒരു റൂൾ എന്താ? നമ്മൾ ഈവൻ്റ് കഴിഞ്ഞിട്ട് ഹാളൊക്കെ ക്ലീൻ ചെയ്ത് നൽകേണ്ടതാണ്. എങ്ങനെ പറയും? എങ്ങനെയാണ് സെൻസ് ഉണ്ടാക്കുക? എന്താണ് ക്ലീൻ ചെയ്ത് നൽകണ്ടേ? ദ ഹാൾ. അടുത്ത് ഹാൾസ് അല്ല, ഹാളാണ്. അപ്പോൾ ഇസ് ടു ബി. ദ ഹാൾ ഇസ് ടു ബി എന്താ ചെയ്യേണ്ടത്? വൃത്തിയാക്കുക. ക്ലീൻ. V3 ക്ലീൻഡ്. ദ ഹാൾ ഇസ് ടു ബി ക്ലീൻഡ് എപ്പോ? ഈവൻറ്റിന് ശേഷം, ആഫ്റ്റർ ദി ഈവൻറ്റ്. ക്ലിയർ ആയോ? ദ ഹാൾ ഈസ് ടു ബി ക്ലീൻഡ് ആഫ്റ്റർ ദി ഈവൻറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇങ്ങനെ ചെയ്യപ്പെടേണ്ടതാണ്, ഇങ്ങനെ ചെയ്യേണ്ടതാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ ഇങ്ങനെ കാണാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഉണ്ടാക്കിയിടുമോ? പുറത്തുള്ളവരുമായി ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ എങ്ങനെ പറയാത്? എന്താണ് ഷെയർ ചെയ്യാൻ പാടില്ലാത്തത്? അത് ഇസ് നോട്ട് ടു ബി അല്ലെങ്കിൽ ആർ നോട്ട് ടു ബി. ഷെയറിൻ്റെ V3 പുറത്തുള്ളവരുമായി, വിത്ത് ഔട്ട്സൈഡേഴ്സ്. ഉണ്ടാക്കുമോ സെൻറ്റൻസ്? ഡീറ്റെയിൽസ് ഒന്നും പുറത്തുള്ളവരുമായി ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. അടുത്തത്, ഇപ്പം നമ്മളിങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ നിങ്ങളായിട്ട് ഇങ്ങനത്തെ നിയമങ്ങളൊന്നും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിലും എഴുതി വെച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ വായിക്കുമ്പം ഇതിൻ്റെ എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് മനസ്സിലായി. അടുത്തത് വരുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട്സ്. ഈ രണ്ടെണ്ണത്തിലും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോമാണ് കേട്ടോ. ഇസ് അല്ലെങ്കിൽ വാസ്, അത് കഴിഞ്ഞിട്ട് സെഡ് അല്ലെങ്കിൽ തോട്ട് അല്ലെങ്കിൽ കൺസിഡേർഡ്, അത് കഴിഞ്ഞിട്ട് ടു ബി. അപ്പോൾ ഇസോ വാസോ ആ സബ്ജക്റ്റിൻ്റെ അനുസരിച്ച്, ടെൻസ് അനുസരിച്ച് അല്ലേ. അടുത്തത് ഇസ് സെഡ് ടു ബി അല്ലെങ്കിൽ ഇസ് കൺസിഡേർഡ് ടു ബി അല്ലെങ്കിൽ ഇസ് തോട്ട് ടു ബി എന്നുള്ള രീതിയിലാണ് അത് വരിക. മനസ്സിലായോ? ഇസോ വാസോ ആദ്യം, അത് കഴിഞ്ഞ് വരാവുന്ന വാക്കുകളാണ് സെഡ്, തോട്ട്, കൺസിഡേർഡ്. ഇതിൽ കൂടുതൽ വരാം. ഞാനിപ്പോൾ ഇതേ അത്യാവശ്യം കോമൺ ആയി വരുന്നത് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ടു ബി. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കണ്ടുണ്ടോ?
ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കണ്ടാൽ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എൻ്റെ വന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞ് വന്ന് നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലൂ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർ ഈ സൗണ്ട് അല്ലല്ലോ ആൾ മാറിയോ എന്നൊരു സംശയം തോന്നും. ഞാൻ തന്നെയാണ്, സൗണ്ട് നന്നായി പോയി, കുറച്ച് കാലം റെസ്റ്റ് എടുത്തു, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ വൈകിയത് കേട്ടോ. എന്തായാലും ഈ ഫോം എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തെങ്കിലും ഒരു കാര്യം സമൂഹം ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം സമൂഹത്തിനുണ്ട്, സത്യമാവണമെന്നില്ല, പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതാണ് സത്യം എന്നൊന്നുമില്ല, അതൊരു ഫാക്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ആൾക്കാരുടെ പൊതുവെ ഉള്ളൊരു വിശ്വാസം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ആൾക്കാർ ജനറലി ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഇത് ഞാൻ ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഐലൻഡ് ഉണ്ട്, കൊച്ചിക്കടുത്തുള്ളൊരു ഐലൻഡ്, നല്ല ഭംഗിയുള്ള ഐലൻഡാണെന്നാണ് പറയുന്നത്. ആര് പറയണേ? നാട്ടുകാർ പറയണം അല്ലേ, അല്ലെങ്കിൽ പത്രത്തിൽ പറയണം, അല്ലെങ്കിൽ ഗവേഷകർ പറയണം, എനിക്കറിയില്ല, അങ്ങനെ ആരോ പറയണത്. പൊതുവേ ഒരു ധാരണ ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ പറയുന്നത്, ദി ഐലൻഡ് ഇസ് സെഡ് ടു ബി, ആണോ, ഇസ് സെഡ് ടു ബി വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ് അങ്ങനെയാണ് ആൾക്കാർ പറയണത്, മനസ്സിലായോ? ആള് എന്താണ് അതിൻ്റെ അർത്ഥം? ഐലൻഡ് ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കറിയില്ല, ഫാക്റ്റ് ഒന്നുമല്ല, വിക്കിപീഡിയ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ അവിടെ പോയിട്ട് നല്ലതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫാക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആൾക്കാർ പൊതുവെ പറയണത് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? ദിസ് ഈസ് സെഡ് ടു ബി ഇങ്ങനെ, അല്ലെങ്കിൽ ദിസ് ഈസ് കൺസിഡേർഡ് ടു ബി ഇങ്ങനെ, മനസ്സിലായോ? അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഒരു മരുന്നുണ്ട്, നമ്മൾ തുളസിയും ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ ചുമയും പനിയൊക്കെ മാറും ഒരു മരുന്ന്. അപ്പോൾ അമ്മ പറയാണ്, ഇത് പനിക്കൊക്കെ എതിരെ അല്ലെങ്കിൽ ഡിസീസിനൊക്കെ എതിരെ നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറയണത് എന്ന് പറയില്ലേ? അങ്ങനെ പറയാം, ദിസ് മെഡിസിൻ ഈസ് തോട്ട് ടു ബി അല്ലെങ്കിൽ കൺസിഡേർഡ് ടു ബി എഫക്റ്റീവ് എഗൻസ്റ്റ് ദ ഡിസീസ്. ആ ഡിസീസിനെതിരെ ഇത് നല്ല എഫക്റ്റീവ് ആണ് എന്നാണ് പറച്ചിൽ, എന്നാണ് പറയണത് എന്നൊക്കെ പറയില്ലേ? അവിടെ എന്നാണ് പറയണത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് പകരം ഇവിടെ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ദേ സെഡ് എന്നൊന്നും നമ്മൾ പറയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റില്ല, പക്ഷെ അത് കോമൺ അല്ല. ഇറ്റ് ഈസ് തോട്ട് ടു ബി അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എന്നൊക്കെ വെച്ചിട്ടാണ് പറയുക, മനസ്സിലായോ? അല്ലെങ്കിൽ 1000ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണ്, അങ്ങനെയാണ് പറയണത്, അങ്ങനെ പറയില്ലേ? അപ്പം ഇങ്ങനെ പറയാം, ഉണ്ടാക്കി നോക്കൂ. അമ്പലം, ദ ടെമ്പിൾ, അങ്ങനെയാണ് വിശ്വാസം, ഇസ് ബിലീവ് ടു ബി, അല്ലേ? എന്താണ്? കുറേ വർഷം പഴക്കമുള്ളത്, 1000ഓളം വർഷം പഴക്കമുള്ളത്, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. ദ ടെമ്പിൾ ഇസ് ബിലീവ്ഡ് ടു ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്, അല്ലേ? ഒരു ടൂറിസ്റ്റുകളൊക്കെ വരുമ്പം നമ്മളൊരു ആലപ്പുഴയിലൊരു ടൂർ ഓപ്പറേറ്റർ, അങ്ങനെ ടൂർ ഓപ്പറേറ്റേഴ്സ് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് അതുകൊണ്ട് അവരെക്കുറിച്ചൊരു ഓർമ്മ. അപ്പോൾ അവരിങ്ങനെ പറയാം, ഈ ദിസ് ടെമ്പിൾ ഇസ് ബിലീവ് ടു ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് എന്നൊക്കെ അവരടുത്ത് പറഞ്ഞാൽ അവർ പറയണോ ഫാക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നില്ല, ഇങ്ങനെയാണ് സത്യം എന്ന് പറയുന്നില്ല, പൊതുവെ ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയാണെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം തരട്ടെ, മനസ്സിലായില്ലേ? സംതിങ് ഈസ് അല്ലെങ്കിൽ വാസ് കൺസിഡേർഡ് ടു ബി, തോട്ട് ടു ബി, ബിലീവ് ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പം അതിനകത്ത് ഇങ്ങനെയാണ് ഒരു വിശ്വാസം, അല്ലേ? ഓക്കെ, അവൻ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരനാണെന്നാണ് പറയുന്നത്. എങ്ങനെ പറയും? ആരാണ് അയാള്? അപ്പൊ അവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാനെ? ഡാഷ് കൺസിഡേർഡ് ടു ബി അല്ലെങ്കിൽ ഇസ് തോട്ട് ടു ബി ഓർ ഇസ് ബിലീവ് ടു ബി എന്ത്? ഏറ്റവും നല്ല കളിക്കാരൻ. എവിടെ? ടീമിലെ. അത് ഉണ്ടാക്കും കേട്ടോ, സിമ്പിളാണ്, ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്. ടീമിലെന്ന് പറയാൻ ഇൻ ദ ടീം. ഏറ്റവും നല്ല കളിക്കാരൻ എങ്ങനെ പറയാ? ദി ബെസ്റ്റ് പ്ലെയർ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ 2 പഠിച്ചില്ലേ? ഒന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചെന്താ, ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് എന്നുള്ള ടൈപ്പ് സെൻറ്റൻസുകൾ. ആദ്യത്തത് റൂൾസ്, മൂന്നാമത്തത് ചാൻസ് അല്ലെങ്കിൽ കോയിൻസിഡൻസ്. ഇത് പറയാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, അതിൽ നമ്മൾ ഇസ് ടു ബി എന്നൊന്നും പറയില്ല, എന്ന് പറയാം ഹാപ്പൻ ടു ബി അല്ലെങ്കിൽ സീം ടു ബി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ അപ്പിയർ ടു ബി എന്നൊക്കെ ഉപയോഗിക്കും. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുവെച്ചാൽ, ബൈ ചാൻസ് എന്തെങ്കിലും സംഭവിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചായിട്ട് നമ്മൾ ഒന്ന് നോട്ടീസ് ചെയ്തു,
അങ്ങനത്തെ കാര്യങ്ങൾ, കോയിൻസിഡൻസ്, ബൈ ചാൻസ് സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഫയറിൻ്റെ അലാം റിങ് ചെയ്തു. ആ സമയത്ത് ഞാൻ എവിടെയായിരുന്നു? ഞാൻ ലൈബ്രറിയിലായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെ ഫയർ അലാം അടിക്കും? ആ സമയത്ത് ലൈബ്രറിയിൽ പോയി നിൽക്കണം എന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതല്ലോ. ഞാൻ അവിടെ എങ്ങനെ ആയിപ്പോയി, ഞാനിങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. അടിച്ചപ്പോൾ ഞാൻ അവിടെ ലൈബ്രറി വിട്ടുപോയി എന്നൊക്കെ പറയില്ല. അവിടെ ലൈബ്രറിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ലൈബ്രറിയിലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ഇൻ ദ ലൈബ്രറി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ ഒരു കോയിൻസിഡൻസ് സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ ഐ ഹാപ്പൻഡ് ടു ബി ഇൻ ദ ലൈബ്രറി. എപ്പോൾ? അലാം അടിച്ചപ്പോൾ. വെൻ ദ ഫയർ അലാം റാങ്, അല്ലെങ്കിൽ വെൻ ദ ഫയർ അലാം വെന്റ് ഓഫ് എന്നൊക്കെ പറയാം. എന്താണ്? ഞാൻ ലൈബ്രറിയിലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ഇൻ ദ ലൈബ്രറി എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ആണ് എന്ന് പറയണമെങ്കിൽ ഐ ആം ഇൻ ദ ലൈബ്രറി. പക്ഷെ ആയിരുന്നു എപ്പോൾ? ഫയർ അലാം അടിച്ചപ്പോൾ. അപ്പോൾ പാസ്റ്റ് ടെൻസ് വേണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഐ വാസ് ഇൻ ദ ലൈബ്രറി വെൻ ദിസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതൊരു ചാൻസ് ആയിരുന്നു. ആളടിച്ചപ്പോണ്ടോ ഞാനാണെങ്കിൽ അവിടെ ആയിപ്പോയി എന്ന് പറയില്ലേ നമ്മൾ? ഒരു കോയിൻസിഡൻസ് അങ്ങനെ പറയണമെങ്കിൽ ആ കോയിൻസിഡൻസ് നമുക്ക് വ്യക്തമാക്കി കാണിക്കണമെങ്കിൽ ആ സെൻറ്റൻസിൽ ഐ ഹാപ്പൻഡ് ടു ബി ഇൻ ദ ലൈബ്രറി. മനസ്സിലായോ? പിന്നെ ഒരു പെൺകുട്ടി ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ളൊരു കലാകാരിയൊക്കെ ആയി മാറി പിന്നീട്. അപ്പോൾ നമ്മളിങ്ങനെ ടി വിയിൽ അവരെ കാണുമ്പോൾ പറയാം, എടാ എൻ്റെ യൂണിവേഴ്സിറ്റിയിലേ എൻ്റെ നെയ്ബർ ആയിരുന്നു അവള്. അങ്ങനെ ഒരു കോയിൻസിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഷീ വാസ് മൈ നെയ്ബർ അറ്റ് യൂണിവേഴ്സിറ്റി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ കോയിൻസിഡൻസ്, എടാ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല, അവൾ വലിയ കലാകാരിയാവുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ, വലിയ നെയ്ബറൊക്കെ ആയിരുന്നു. ഷീ ഹാപ്പൻഡ് ടു ബി മൈ നെയ്ബർ അറ്റ് യൂണിവേഴ്സിറ്റി. മനസ്സിലായോ? ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ രീതി പറഞ്ഞാൽ പറ്റില്ലേ? ഇപ്പോൾ ഷീ വാസ് മൈ നെയ്ബർ എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ എന്താ പറയുക, ചില സട്ടിൽ ചേഞ്ചസ്, ചെറിയ ചെറിയ ഒരു കോയിൻസിഡൻസ് ആണെന്നുള്ളൊരു ക്ലൂ അവിടെ കൊടുക്കുക. അത് ഞാനായിട്ടൊന്നും ചെയ്തല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോയിൻസിഡൻസ് സംഭവിച്ചു എന്ന് നമുക്ക് എടുത്തു പറയണമെങ്കിൽ അവിടെ കോയിൻസിഡൻസ് എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. പകരം ഇറ്റ് ഹാപ്പൻ ടു ബി ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഷീ ഹാപ്പൻ ടു ബി മൈ നെയ്ബർ. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ ആ സെൻറ്റൻസ് ബ്യൂട്ടിഫുൾ ആവും. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ വായിക്കുകയോ കാണുകയോ ചെയ്യുക, ഉടനെ തന്നെ ഇതെന്ത് സെൻറ്റൻസ് ആണെന്ന് ഇങ്ങനെ വണ്ടടിച്ചിരിക്കേണ്ട. അതാണ് ഞാൻ പഠിപ്പിച്ചു തരണേ. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഉണ്ടാക്കുമോ? ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം അവരും അങ്ങോട്ടേക്കുള്ള ബസ്സിന് തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ എങ്ങനെ പറയാ? അവർ വെയിറ്റ് ചെയ്യായിരുന്നു, ദേ വർ വെയിറ്റിംഗ് ഫോർ ദ സെയിം ബസ് എന്ന് പറയാം അല്ലേ? അതല്ല, അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു എടുക്കണമെങ്കിൽ ദേ കോയിൻസിഡൻസ് എന്ന് പറയണത് ഹാപ്പൻഡ് ടു ബി ആണേ. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കുമോ? അവർ അതേ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേ, ബാക്കി ഉണ്ടായിക്കോളും. നാലാമത്തെ ഇങ്ങനത്തെ ടൈപ്പ് സെൻറ്റൻസ് വരുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് പറയാൻ വേണ്ടിയിട്ട് സപ്പോസ് ടു ബി എന്ന് പറയും. ഇത് വളരെ യൂസ്ഫുള്ളാണ്. പൊതുവെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നടക്കേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷെ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചത്. അപ്പോഴാണ് നമ്മളിങ്ങനെ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മുടെ അനിയനും അനിയത്തിയൊക്കെ ടി വി കാണണു. ഇവനല്ലേ നാളെ പരീക്ഷയാണെന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ അവരോട് പറയാം, നീ ശരിക്കും പറഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആളല്ലേ എന്നുള്ള രീതി നമ്മൾ പറയില്ലേ? ശരിക്കും അതാണ് സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ നീ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് യു ആർ സപ്പോസ് ടു ബി സ്റ്റഡിയിങ് റൈറ്റ് നൗ. യു ആർ സപ്പോസ് ടു ബി സ്റ്റഡിയിങ് റൈറ്റ് നൗ. ട്രെയിൻ 6 മണിക്ക് എത്തേണ്ടതായിരുന്നു. ഇപ്പം നേരത്തെ യു ആർ സപ്പോസ് ടു ബി സ്റ്റഡിയിങ് റൈറ്റ് നൗ എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് യു ആർ പ്രസന്റ് ടെൻസ് അല്ല, യു ആർ സപ്പോസ് ടു ബി. ഇത് ട്രെയിൻ എത്തേണ്ടതായിരുന്നു 6 മണിക്ക്, പക്ഷേ ലേറ്റായി. എങ്ങനെ പറയും? ദ ട്രെയിൻ വാസ് സപ്പോസ് ടു ബി ഹിയർ അറ്റ് 6 PM, പക്ഷെ ലേറ്റായി, ബട്ട് ഇറ്റ്സ് ലേറ്റ്. അപ്പോൾ അതിൽ 2 ടെൻസുകൾ കിടക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് ടെൻഷനായോ? ടെൻഷൻ. ദ ട്രെയിൻ വാസ് സപ്പോസ് ടു ബി എന്ന് വെച്ചാൽ എത്തേണ്ടതായിരുന്നു, എത്തിയിട്ടില്ല. അപ്പോൾ എത്തേണ്ടതായിരുന്നു, എത്തേണ്ടതാണെന്നല്ല പറഞ്ഞത്, എത്തേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാണ് വാസ് വന്നത്. പക്ഷെ ലേറ്റ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ബട്ട് ഇറ്റ്സ് ലേറ്റ്. അതാണ് ഇറ്റ് ഈസ് ലേറ്റ് വന്നത് കേട്ടോ. ഇങ്ങനെ ടെൻസുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സെൻറ്റൻസിൽ കിടക്കും. അതുകൊണ്ട് പേടിക്കണ്ട, അർത്ഥം കറക്റ്റായാൽ മതി, സെൻസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരു ടീച്ചർ വന്നിട്ട് നല്ല ലൈബ്രറീനടുത്ത് ഭയങ്കര ചൂടായി.
പിള്ളേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയിൽ വന്നിരുന്ന മിണ്ടാതിരിക്കേണ്ട ആൾക്കാരാണ്, ക്വയറ്റായിരിക്കേണ്ട ആൾക്കാരാണ്, ഇങ്ങനെ ചന്തയാണത് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറയാം. അപ്പം ടീച്ചർക്ക് ഇംഗ്ലീഷിൽ പറയണം, ലൈബ്രറിയൻ ഗുജറാത്തിയാണ്. അപ്പം എങ്ങനെയാണ് ടീച്ചർ പറയുക? അതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. സ്റ്റുഡൻസ് ആർ ക്വയറ്റ് ഇൻ ദ ലൈബ്രറി. അടുത്തത് ഫ്യൂച്ചർ പ്ലാൻസിന് നമ്മൾ ഇതുമാതിരി ടു ബി ഒരു ഉപയോഗമുണ്ട്. ഗോയിങ് ടു ബി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ V3 അല്ലെങ്കിൽ ING ഫോം. മനസ്സിലായോ? ഗോയിങ് ടു ബി എന്നുള്ള ഫോം, ഗോയിങ് ടു ബി. ഇത് പൊതുവെ നമ്മൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്ന ഫ്യൂച്ചർ ഇവൻറ്റ്സിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ഇവൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ റോഡ് അടുത്ത മാസം റിപ്പയർ ചെയ്യാൻ പോവാണ് എന്ന് പറയില്ലേ, അത് ആര് തീരുമാനിച്ചേ? പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് നഗരസഭയുടെ ആൾക്കാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അത് നമ്മളല്ല. അപ്പം ഇതിനൊക്കെ ഒരു പദ്ധതിയും പ്ലാനൊക്കെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ റോഡ് ഈസ് ഗോയിങ് ടു ബി റിപ്പയർഡ്. അത് ഏത് ഫോം? റിപ്പയർഡ്, V3. ദ റോഡ് ഈസ് ഗോയിങ് ടു ബി റിപ്പയർഡ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം നന്നാക്കാൻ പോവാണത്. അത് പാസീവ് വോയിസ് തന്നെയാണ്. ഇതും ആരാ റിപ്പയർ ചെയ്യണേ? അത് നമുക്ക് അറിയാമല്ലേ, അത് റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ ഒന്ന് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാനല്ല. അപ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. പകരം ദ റോഡ് ഈസ് ഗോയിങ് ടു ബി റിപ്പയർഡ്, അതാണ് ഗോയിങ് ടു ബി എന്നുള്ള ഫോം. അതും നിങ്ങൾ കുറേ കാണും സെൻറ്റൻസുകളിൽ, അതുകൊണ്ട് എടുത്ത് പറഞ്ഞാണേ. പിന്നെ നമ്മൾ ഞാൻ അധികം ഉപയോഗിക്കാത്തൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ്, ദേ ആർ ഗോയിങ് ടു ബി ബൈയിങ് ദിസ് ഹൗസ് നെക്സ്റ്റ് ഇയർ അങ്ങനെ ഈ സെൻറ്റൻസ്. ദേ ആർ ഗോയിങ് ടു ബി ബൈയിങ് ദിസ് ഹൗസ് നെക്സ്റ്റ് ഇയർ. അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ പദ്ധതിയാണ് അടുത്ത വർഷം വീട് വാങ്ങിക്കാന്ന്. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ദേ ആർ ഗോയിങ് ടു ബൈ ദിസ് ഹൗസ് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പോലെ. എപ്പോഴും പ്ലാൻ തന്നെയാണ്. ദേ ആർ ഗോയിങ് ടു ബി ബൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കാറില്ല. പക്ഷെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് തെറ്റല്ല ചെയ്യണത്. ഓക്കെ, നിങ്ങൾ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഇവന് കുറച്ച് എല്ല് കൂടുതലാണല്ലോ എന്ന് ചിന്തിക്കേണ്ട. ദേ ആർ ഗോയിങ് ടു ബി ബൈയിങ് ദിസ് ഹൗസ് നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പറയാം കേട്ടോ. ഫിലിം ഡിസംബറിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പറയാം? ദ ഫിലിം ഈസ് ബീയിങ് റിലീസ്ഡ് ഇൻ ഡിസംബർ എന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് ഗോയിങ് ടു ബി എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, കാണാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ഇതാണ് അർത്ഥം, ദ ഫിലിം ഈസ് ഗോയിങ് ടു ബി റിലീസ്ഡ് ഇൻ ഡിസംബർ. അല്ലെങ്കിൽ ഷീ ഈസ് ഗോയിങ് ടു ബി വർക്കിംഗ് ഇൻ ലണ്ടൻ സൂൺ. ഉടൻ തന്നെ അവൾ ലണ്ടനിലേക്ക് പോയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടു ബി വെച്ചിട്ട് നമ്മൾ കണ്ണ് മഞ്ഞളിക്കുന്ന ചില കാര്യങ്ങൾ. ഇത് ഞാൻ എടുത്ത് പഠിപ്പിക്കാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ പാസീവ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. സപ്പോസ് ടു ബി എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഈ ഗോയിങ് ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം, ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു പേടിയാവും, അയ്യോ ഇതെന്തിനാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇടാം, തെറ്റൊന്നുമില്ല. പിന്നെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ പൊതുവെ ഞാൻ പറഞ്ഞില്ല, റിപ്പോർട്ട്സിൽ റൂൾസിലൊക്കെ വരുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചാണല്ലോ, പക്ഷെ ഇതെന്താ എനിക്ക് മനസ്സിലാവാത്തേ അന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേ നമ്മൾ വേറെ പലതും കാണുമ്പോൾ അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കണ്ട. എന്താ അറിയാത്തത് അതൊന്ന് നോക്കുക, അതെന്താ എനിക്കറിയാത്തത്, അതെന്താ അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കോഴ്സ് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാവരും എടുത്ത് കോഴ്സ് എടുത്ത് വെച്ചാൽ ഇന്നലെ കോഴ്സൊന്നും എടുത്തില്ല, കുറേ കാലം മുമ്പ് കോഴ്സ് എടുത്ത ആൾക്കാരാണ്. പക്ഷെ ചില കുട്ടികളുണ്ട് ഇങ്ങനെ, അവർക്ക് എന്തെങ്കിലും സംശയം വന്ന് ഉടനെ ചോദിക്കും. എനിക്ക് സമയമൊക്കെ കിട്ടുന്ന പോലെ ഞാൻ എല്ലാവർക്കും ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പണ്ടത്തെ സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യമാണ്. എന്തായാലും ഇയാൾക്ക് ഉത്തരം മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. എൻ്റെ മാക്സിമം എല്ലാ എക്സാമ്പിൾസും എടുത്തിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിൽ ചോദിച്ചോളൂ. വേറൊരു കാര്യം, ഞാൻ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേ ചോദ്യം ചോദിച്ചില്ലേ, എല്ലാത്തിനും ഉത്തരം വേണം കേട്ടോ. എല്ലാം കഴിഞ്ഞ് പുസ്തകം മടക്കി വെച്ച് പോരുത്, എല്ലാത്തിൻ്റെ ഉത്തരം വേണം. കാരണം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് പലതുള്ളി പെരുവെള്ളം, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സൂപ്പറാവുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആദ്യമുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ട്. ഇതിൽ ചില സമയത്ത് അവരൊക്കെ ഇടുന്ന കോമൻ്റൊക്കെ വായിച്ച് ഞാനിങ്ങനെ കോരിത്തിരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ഇംഗ്ലീഷ് നല്ല നല്ല സെൻറ്റൻസുകൾ അങ്ങ് ഉണ്ടാക്കി, എസ്പെഷ്യലി വീട്ടമ്മമാർ കേട്ടോ, ഒരു ഭയങ്കര പ്രതിഭാശാലികളാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഇതൊക്കെ എസ്പെഷ്യലി ഞാൻ കുറേ നല്ല ചോദ്യങ്ങളൊക്കെ ഞാൻ ഉത്തരം പറയാണ്ട് വെച്ചിട്ടുണ്ട്. ആ കോമൻറ്റ് ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. പൊതുവെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ ഒരു വീഡിയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആവണം കേട്ടോ, കാണാഞ്ഞിട്ടല്ല. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ. ഉള്ള തൊണ്ടയുടെ ശബ്ദം കൊണ്ടിട്ട് അത്യാവശ്യം ഞാൻ സംസാരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തു എങ്ങനെയോ. ബാക്കി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.